ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെകുത്താന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഓരോ സിനിമാ പ്രേക്ഷകരും. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അന്തിമ വിധി എന്താകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. ആക്ച്വലി ഈ ഒരു മൊമെന്റിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയ്ക്കകത്ത് പ്രിയദർശിനി എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്തിട്ടുള്ള മലയാളത്തിന്റെ സ്വന്തം നായികയായിട്ടുള്ള മഞ്ജു വാര്യരെ കുറിച്ച് പറയാനാണ് ഉദ്ദേശം. എന്തുകൊണ്ട് മഞ്ജു വാര്യർ എന്ന് ചോദിച്ചാല് പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പറയും മുൻപായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആദ്യം എമ്പുരാനെ കുറിച്ച് പറയാം, മഞ്ജു വാര്യരുടെ ഹിസ്റ്ററിയെ കുറിച്ച് അതിന് പുറകെയായിട്ട് പറയാം. അതിനുശേഷം എന്തുകൊണ്ട് മഞ്ജു വാര്യർ എന്നുള്ള ടോപ്പിക് എടുത്തു എന്നുള്ള കാര്യത്തിലേക്കും വരാം. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എമ്പുരാൻ. പല രീതിക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്, ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. എമ്പുരാൻ ഹിറ്റ് ആകുമെന്നും വലിയ കളക്ഷൻ നേടുമെന്നും ഒരു വിഭാഗം പറയുമ്പം അതേസമയം എമ്പുരാൻ ഫ്ലോപ്പ് ആകുമെന്നും മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്. മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സിനിമ ഹിറ്റ് ആകട്ടെ, വലിയ കളക്ഷൻ കിട്ടട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം എമ്പുരാൻ സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കളക്ഷൻ അതിന്റെ ഒരു ഹിസ്റ്ററി മാറ്റിമറിച്ചു കഴിഞ്ഞാൽ, അത് മലയാള സിനിമാ ചരിത്രത്തിന്റെ തന്നെ ഒരു നാഴിക കല്ലായിട്ട് മാറും. മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ മികച്ച സിനിമകൾ പുറത്തിറക്കുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു പ്രകീർത്തനം എന്ന് പറയുന്ന സാധനമുണ്ട്, പ്രശംസ. അത് ലോകമെമ്പാടും വ്യാപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമാണ്. അത് സിനിമാ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ സിനിമയുടെ വിജയം എല്ലാവരെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സിനിമ ഫ്ലോപ്പ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തുടരുന്ന എമ്പുരാന്റെ ചർച്ചകള് അതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ചർച്ച ആക്ച്വലി ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചന പ്രേക്ഷകർക്ക് എന്ന് കിട്ടിയോ അന്തകാലം മുതൽക്ക് ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പ്രധാന കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള സ്വീകാര്യതയും വിജയവും ആ ഒരു ഹൈപ്പും ആണ്. സോ അതിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകര് പ്രതീക്ഷിക്കും. അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ മോഹൻലാൽ നായകനാകുന്ന സിനിമയാണ് എമ്പുരാൻ. അതും വലിയ ബജറ്റിൽ വരികയാണ്, വലിയ ക്യാൻവാസിലാണ് വരുന്നത്. ലോകമെമ്പാടും പോയി എവിടെയൊക്കെയോ പോയി സഞ്ചരിച്ച് പല രാജ്യങ്ങളിൽ കടന്ന് ഷൂട്ട് ചെയ്ത മൂവിയാണ്. വലിയ ബജറ്റിനോടൊപ്പം തന്നെ ഒരുപാട് ടെക്നീഷ്യൻസ്, ഒരുപാട് ക്വാളിറ്റി ഉള്ള ടെക്നീഷ്യൻസ് സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. കാമിയോ റോളിൽ ആരാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത കിട്ടിയിട്ടില്ല. സോ അത് ഞെട്ടിക്കാൻ പോകുന്ന ആരോ ഒരാളാണെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം പ്രത്യേകതകളോടെ വരുന്ന ഇത്ര വലിയ ബജറ്റിൽ, ഇത്ര വലിയ ക്യാൻവാസിൽ വരുന്ന മലയാള സിനിമ, ആ സിനിമയിൽ ലാലേട്ടൻ നമുക്ക് ഒരു പഴയ കാല ലാലേട്ടനെ തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷ വെക്കുന്ന വ്യക്തികളും മനുഷ്യന്മാരും നമുക്കിടയിൽ തന്നെ ഉണ്ട്. കുറെ കാലങ്ങളായിട്ട് ലാലേട്ടന്റെ സിനിമകളൊക്കെ ഇവിടെ ഇങ്ങനെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല നടൻ വളരെ മോശം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് വളരെ മോശമായിട്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ലാലേട്ടനെ ഈ ഒരു സിനിമയിലൂടെ തിരിച്ചു കിട്ടുമെന്നാണ് ഇപ്പം പലരുടെയും പ്രതീക്ഷ. അങ്ങനെ എമ്പുരാൻ സിനിമ ഈ കാരണത്താലൊക്കെ, ഇതിനും അപ്പുറം ഒരുപാട് കാരണങ്ങളാൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് തൊട്ടു പിന്നാലെയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ട്രെയിലർ റിലീസ് ചെയ്തത്. ഈ ട്രെയിലർ പുറത്തു വന്നപ്പം തന്നെ അതും ചർച്ച ചെയ്യപ്പെട്ടു. ഒരു സെക്കൻഡിൽ ഒരു ഷോട്ട് വെച്ചാണ് ട്രെയിലറിൽ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ടെക്നിക്കലി ഗംഭീരമായിട്ടുള്ള വർക്കാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ വലിയ സാധനമാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിനും പിന്നാലെയായിട്ട് ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് സംഭവങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഈ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബുക്ക് മൈ ഷോയൊക്കെ ക്രാഷ് ആയി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രീസെയിലാണ് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന സംഭവത്തെ കൂട്ടി കൊണ്ടുവരുന്ന കാരണങ്ങൾ. സോ പ്രേക്ഷകർക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള അവസരം വീണ് കിട്ടും. അത്രമാത്രം സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്ര വലിയൊരു സിനിമ വരികയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ബജറ്റിൽ ഇത്ര വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. ഇത്രയേറെ ആർട്ടിസ്റ്റുകൾ വരുന്ന സിനിമയാണ്. ടെക്നിക്കലി ഇത്ര അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് മഞ്ജു വാര്യർ വരുന്നു, മോഹൻലാൽ വരുന്നു, പല ആർട്ടിസ്റ്റുകളും വരുന്നു. കഴിഞ്ഞ ദിവസം സിനിമയുടെ ഐമാക്സ് ട്രെയിലർ ലോഞ്ച് നടന്നു മുംബൈയിൽ വെച്ചിട്ട്. ആ ലോഞ്ചിൽ പങ്കെടുത്ത് മഞ്ജു വാര്യറും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ശ്രദ്ധ നേടി. അപ്പൊ ആ സമയത്താണ് ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നായികയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പൊ ആ ലോഞ്ചിൽ പങ്കെടുത്തിട്ടുള്ള സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൃഥ്വിരാജ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രെഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഭാവിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം, സ്വപ്നം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്.
അടുത്ത 20 വർഷം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സിനിമ സംവിധാനം ചെയ്യണം, 3 ഭാഷകളിൽ അറിയപ്പെടുന്ന നടനായി മാറണം, സ്വന്തമായിട്ട് നല്ല സിനിമകൾ ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യിപ്പിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ ആ വ്യക്തി പറഞ്ഞതുപോലെ 20 വർഷങ്ങൾക്കപ്പുറം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. 3 ഭാഷകളിൽ അറിയപ്പെടുന്ന നായകനായി മാറി, സിനിമ സംവിധാനം ചെയ്തു, സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തു, അതിന് കീഴിൽ സിനിമകൾ ചെയ്തു. അങ്ങനെ ആ പറഞ്ഞ വ്യക്തി ഇതെല്ലാം പ്രാവർത്തികമാക്കി ഇന്ന് ഈ പറഞ്ഞ പോലെ മുംബൈയിൽ ഐമാക്സിന്റെ ട്രെയിലർ ലോഞ്ചിൽ പോയി നിൽക്കുമ്പോൾ, ലോക ശ്രദ്ധ നേടുമ്പോൾ, ജനകീയമായ രീതിയിൽ പോയി നിൽക്കുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്, അത് അദ്ദേഹം അർഹിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം മലയാളത്തിന്റെ സ്വന്തം നായകനായ മലയാളത്തിന്റെ മോഹൻലാൽ അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. കൂട്ടത്തിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നായിക ഇവരുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഇവരിൽ നിന്നെല്ലാം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാല് അത് അവരുടെ അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് പറയാൻ പറ്റുക. മഞ്ജു വാര്യർ എന്ന് പറയുന്ന നായിക എവിടുന്ന് കരിയർ തുടങ്ങിയെന്ന് ആലോചിക്കണം. അവരുടെ കരിയർ എവിടെ വെച്ച് ബ്രേക്കായി, വീണ്ടും അവർ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അവരുടെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടി പടവെട്ടി എടുത്തൊരു സംഭവമാണ് ഈ പറയുന്ന ഇപ്പോൾ കാണുന്ന കരിയർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു ഈ ട്രെയിലർ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്. മഞ്ജു വാര്യർ, മോഹൻലാൽ, പൃഥ്വിരാജ് ഇവർ 3 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. പക്ഷെ ആ ഫോട്ടോയിൽ നോക്കുന്ന സമയത്ത് മോഹൻലാലിനേക്കാളും പൃഥ്വിരാജിനേക്കാളും കൂടുതൽ ഏറ്റവും അധികം കോൺഫിഡൻസ് മുഖത്ത് കാണാൻ പറ്റുന്നത് മഞ്ജു വാര്യറുടെയാണ്. ആ ഒരു കോൺഫിഡൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നും ബിഗ് സീറോ ആയിട്ട് അക്കൗണ്ടിൽ വെറും സീറോ ബാലൻസ് മാത്രം നിലനിർത്തിയിട്ടാണ് അവര് വീണ്ടും കരിയറിലേക്ക് വരുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ള പേരാണ് മഞ്ജു വാര്യർ. ഇവരുടെ സിനിമകൾ കാണുന്നുണ്ട്, ചെറുപ്പം തൊട്ട് ഇവർ ചെയ്ത സിനിമകളൊക്കെ അറിയാം, അതിലെ പാട്ടുകളൊക്കെ ഹിറ്റാണ്. മഞ്ജു വാര്യർ ആണ് മലയാള സിനിമയിലെ നായിക, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു നായികയുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യർ ആണെന്നൊക്കെ ഉള്ളൊരു അത്രത്തോളം അന്ധമായിട്ട് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നായികയുടെ മേല് ആരാധന ജനങ്ങൾ വെച്ചു പുലർത്തിയ ഒരു കാലത്താണ് ഞാനൊക്കെ വളർന്നു വന്നത്. അപ്പം പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് ഇവര് കരിയറൊക്കെ വിട്ടിട്ടുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലൊക്കെ ആയപ്പോഴേക്കും ഇവര് കരിയറൊക്കെ വിട്ട് കല്യാണം കഴിച്ചു പോയി. അതിനുശേഷവും മഞ്ജു വാര്യർ എന്നുള്ള പേര് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെറും 3 വർഷങ്ങൾക്കിടയിൽ 20 സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള നായികയാണ് മഞ്ജു വാര്യർ എന്ന്. അത്ര ചുരുക്കം സിനിമകൾ അത്ര ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ചെയ്തിട്ട് ഇത്രയേറെ കാലം ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ചും കൂടി കാലം മുൻപോട്ട് പോകേണ്ടി വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളൊക്കെ മഞ്ജു വാര്യർ തിരിച്ചു വരുന്നത് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ എവിടെയും കാണുന്നില്ല. നല്ല ഡാൻസർ ആണെന്ന് പറയുന്നു, അവരുടെ ഡാൻസ് എവിടെയും കാണുന്നില്ല. കലാകാരി എന്നുള്ള നിലയ്ക്ക് മഞ്ജു വാര്യർ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ജനങ്ങൾ പോലും അറിയാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞ സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് മഞ്ജു വാര്യർ ഡിവോഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അവര് നിയമപരമായിട്ട് വേർപെടാൻ പോകുന്നു എന്നറിയുന്നു. അതിനുശേഷമുള്ള മഞ്ജു വാര്യരുടെ ലൈഫ് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫ്, ഈ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു എന്നറിയാത്തൊരു മൊമെന്റിലാണ് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യത്തിൽ മഞ്ജു വാര്യർ നമ്മൾ വീണ്ടും കാണുന്നത് അമിതാഭ് ബച്ചന്റെ കൂടെ. അതൊരു ഗംഭീര തിരിച്ചുവരവായിരുന്നു. മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ പോലും അത്യപൂർവമായിട്ട് നടക്കുന്ന ഒരു തിരിച്ചുവരവാണത്. നായികയായി നിന്നൊരാള് സിനിമ വിട്ടു പോകുന്നു, അതിനുശേഷം തിരിച്ചു വരുമ്പം അന്ന് ഉണ്ടായിരുന്ന അയാളുടെ പേരിനേക്കാൾ ഇരട്ടിയാക്കുന്ന വിധത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ്. അങ്ങനെ അമിതാഭ് ബച്ചന്റെ പരസ്യം കഴിഞ്ഞ് ഇവര് ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമയിലേക്ക് നായികയായിട്ട് വരുവാണ്. 14 വർഷങ്ങൾക്ക് ശേഷം ദാമ്പത്യം വേർപിരിഞ്ഞ് അവർ തെരഞ്ഞെടുക്കുന്ന സിനിമയാണ് ഈ ഹൗ ഓൾഡ് ആർ യു സിനിമ. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായിട്ടുള്ള സിനിമയാണ്. പലരും മഞ്ജു വാര്യറുടെ ഒരു ലൈഫ് ആ സിനിമയ്ക്ക് അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സിനിമ കണ്ട് അതിനകത്തുള്ള മഞ്ജു വാര്യറുടെ ആ ഒരു കഥാപാത്രത്തെ കണ്ട് ആ കഥാപാത്രം മഞ്ജു വാര്യർ ആണെന്ന് പോലും വിശ്വസിച്ച് പ്രേക്ഷകർ ആ കഥാപാത്രത്തെയും മഞ്ജുവിനെയും വീണ്ടും സ്വീകരിക്കുകയാണ്. ഇതിനിടയിൽ നടന്നിട്ടുള്ള ഡൈവോഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തകർന്നടിഞ്ഞു പോകാവുന്ന അവസ്ഥയിലായിരുന്നു അവർ അത്രത്തോളം വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ പോലും അടങ്ങി ഒതുങ്ങി നിൽക്കാൻ തയ്യാറായില്ല, വീണ്ടും കരിയർ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം. വേണമെങ്കിൽ അവർക്ക് ഈ ഡൈവോഴ്സിന് ശേഷം ഒരു ഈച്ചക്കുഞ്ഞ് പോലും അറിയാത്ത വിധത്തില് സ്വന്തം വീടിനകത്ത് ഇരിക്കാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ആ ഒരു ദുഃഖമൊക്കെ മനസ്സിലുണ്ടെങ്കിലും അവരെന്ത് ചെയ്തു, അതിജീവിക്കാൻ വേണ്ടി വീണ്ടും അവരെന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്ത് തുടങ്ങി. കരിയർ അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ആ ഒരു ഹൗ ഓൾഡ് ആർ യു ഹിറ്റായി. അതിനുശേഷം ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ വരുവാണ്. പിന്നെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നായികയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് സിനിമകൾ ചെയ്തു. മലയാളം മാത്രമല്ല അന്യഭാഷകളിലേക്ക് ചെന്നു, അവിടെ ചെന്ന് അവിടെയും ഹിറ്റുകൾ ഉണ്ടാക്കി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. പ്രായം കുറഞ്ഞു വരുന്ന പോലെ അത്രയേറെ സുന്ദരിയായിക്കൊണ്ട് അവർ ഗംഭീരമായിട്ട്
വേദികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതിൽ പല ഫോട്ടോസും വൈറലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പലരും ഇവരെ കുറിച്ച് പ്രത്യേകമായിട്ട് കുറിപ്പുകൾ എഴുതി. അതിൻ്റെ ഇടയിൽ ഇവരുടെ മുൻ ഭർത്താവായിട്ടുള്ള ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിക്കുന്ന സമയത്ത് പോലും മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ പലരും വളഞ്ഞിട്ട് കമന്റ് ചെയ്തും ആക്രമിച്ചും കൊണ്ടിരുന്നു. മകൾ മീനാക്ഷിയെ നോക്കുന്നില്ല എന്നുള്ള രീതിക്ക് ഇവരെ പലരും കുറ്റപ്പെടുത്തി നെഗറ്റീവായിട്ട് ഇവരെ കുറിച്ച് കമന്റുകൾ ചെയ്തു. പക്ഷെ അവിടെയൊന്നും അവരൊന്നും പറയാനും വന്നിട്ടില്ല, ഒരു മറുപടി പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ അവരുടെ പ്രൈവറ്റ് ലൈഫ് മാക്സിമം സ്വകാര്യമാക്കി വെക്കുകയും അതേസമയം പ്രൊഫഷണൽ ലൈഫ് അങ്ങേറ്റ് കളർഫുൾ ആക്കിയിട്ട് നമുക്ക് മുമ്പിലേക്ക് കാണിച്ചു തരികയും ചെയ്തു. ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ട്രാജഡികളും അത് സ്വകാര്യമാക്കി ഉള്ളിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്ത് സ്വന്തം ശരീരം ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്വന്തം ലാംഗ്വേജ് അടിപൊളിയാക്കി മാറ്റിയെടുത്തു. കരിയറിൽ മാക്സിമം നല്ല സെലക്ഷൻ എന്ന നിലയ്ക്ക് അന്യഭാഷകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ മലയാളത്തിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള റോളുകൾ കുറച്ചു കാലങ്ങളായിട്ട് വളരെ മോശമുള്ള കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്ര തിരഞ്ഞെടുപ്പുകളിൽ പോലും അപാകത സംഭവിച്ചിട്ടുള്ള ഘട്ടത്തിൽ പോലും അവർ തളർന്നിട്ടില്ല. അവരെപ്പോഴും പുറം ഭാഷകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രജനീകാന്തിന്റെ കൂടെ ഒരു സിനിമയിൽ നായികയായി അഭിനയിച്ചെങ്കിലും ആ സിനിമ വേണ്ടത്ര രീതിക്ക് അഭിപ്രായം നേടിയിട്ടില്ലെങ്കിലും അവരുടെ ആ സെലക്ഷൻ, അവർക്ക് വന്നിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ശ്രദ്ധിക്കണം. രജനീകാന്തിന്റെ നായിക, അതുപോലെ തന്നെ ധനുഷിന്റെ നായിക, ഇങ്ങനെ ഉയർന്ന തലത്തിലുള്ള നായകന്മാരുടെ നായികയായിട്ടാണ് ഇവർ എല്ലാ ഭാഷകളിലേക്കും എത്തുന്നത്. അപ്പം പറഞ്ഞു വരുന്നത്, സ്വന്തം ലൈഫിൽ ഇത്രയേറെ ട്രാജഡികളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും അവരെവിടെയും തോച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രത്യേകം പറയേണ്ട സംഭവമാണ് മഞ്ജു വാര്യരുടെ വ്യക്തിത്വത്തെ കുറിച്ച്. വളരെ മാന്യമായിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം വിവാദങ്ങളിൽ മാക്സിമം ഇടപെടാതിരിക്കുക, വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഇപ്പോഴും സനൽകുമാർ ശശിധരനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും പ്രകടമാണ്. അപ്പൊ അത്തരത്തില് വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാതിരിക്കുന്നു. കുടുംബ വിഷയങ്ങളിലേക്ക് അവതാരകർ ചോദ്യങ്ങൾ കൊണ്ടുവന്നാൽ പോലും അവരെയൊന്നും വേദനിപ്പിക്കാത്ത രീതിയിൽ അതിന് മറുപടി കൊടുത്തുകൊണ്ട് അത്തരം ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഇവരുടെ സ്വഭാവത്തിലുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് സനൽകുമാറുമായിട്ടുള്ള ഒരു പ്രശ്നം. ഡയറക്ടറായിട്ടുള്ള സനൽകുമാർ മഞ്ജു വാര്യരെ എത്രത്തോളം പ്രകോപിപ്പിക്കാമോ അത്രത്തോളം പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ തവണയും വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. പക്ഷെ മഞ്ജു വാര്യർ അവിടെ ഒന്നും പ്രതികരിക്കുന്നില്ല, മാക്സിമം ശാന്തത കീപ്പ് ചെയ്യുന്നു. അപ്പൊ ആ വിഷയത്തിൽ തന്നെ കമന്റ്സ് ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഏറ്റവും അധികം ആളുകൾ മഞ്ജുവിനെ കുറിച്ച് പറയുന്നത് ഈ സനൽകുമാർ പറയുന്ന, ഇദ്ദേഹം പുറത്തുവിടുന്ന വോയിസിലുള്ള വ്യക്തിയല്ല മഞ്ജു വാര്യർ, അവർക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ട്, അവരിത്ര മോശം ഭാഷ സംസാരിക്കില്ല, അവരിത്ര മാന്യതയില്ലാതെ സംസാരിക്കില്ല എന്നൊക്കെയാണ്. അപ്പം ജനങ്ങൾക്കും അറിയാം മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്താണെന്ന്. സോ എങ്ങനെ നോക്കുകയാണെങ്കിലും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പല സിനിമകളുടെയും ഭാഗമാകുന്നു. അതോടൊപ്പം ഇനി വരാൻ പോകുന്ന ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആര്യയുടെ കൂടെ ഒരു ക്യാരക്ടറാണ്, തമിഴ് മൂവിയാണ്. അങ്ങനെ മലയാളത്തിലെയും അന്യഭാഷാ സിനിമകളിലെയും വലിയ വലിയ നായകന്മാരുടെ കൂടെ തന്നെ അവരോളം തന്നെ മികച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളുമായിട്ട് മഞ്ജു വാര്യർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ നേട്ടമാണ്. ഈ പറഞ്ഞ പോലെ ലൈഫ് തകർന്നടിഞ്ഞ്, കുടുംബ ജീവിതം തകർന്നടിഞ്ഞ്, സമൂഹം പോലും കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയിട്ടും അവർ ഒരിടത്ത് പോലും അവര് തളർന്നു പോവാതെ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത സ്പേസ് ആണ്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ പോയി നിൽക്കുന്ന ഈ പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെ ഇടയിലുള്ള ഫോട്ടോ കണ്ടപ്പോഴും പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അത്രയും ഫൈറ്റ് ചെയ്ത് അവർ ആ ഒരു പൊസിഷനിൽ പോയി നിൽക്കുന്നു. ആ കോൺഫിഡൻസ് മുഖത്തെടുത്ത് കാണാനുണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം, അവനവനെ കുറിച്ച് സ്നേഹിക്കുക, അവനവനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. കൃത്യമായിട്ട് അത് ആ ഫേസിൽ കാണാനുണ്ട്, കൃത്യമായിട്ട് അത് അവരുടെ ഫേസിൽ കാണാനുണ്ട്. ആ ഒരു സന്തോഷം പ്രകടമാകുന്നുണ്ട്, ആത്മവിശ്വാസം പ്രകടമാവുന്നുണ്ട്. അവരുടെ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് അവരുടെ കരിയറിൽ ഇത്രയധികം അച്ചീവ്മെന്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ശരിക്കും ഓരോ പെൺകുട്ടികൾക്കും ഇവരൊരു മാതൃകയാണ്. കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഈ വിവാഹ ജീവിതം തകർന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, മാക്സിമം വീടിനകത്ത് ഭർത്താവിനെ ഓർത്തിരിക്കുക എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ എപ്പോഴും ഉള്ളത്. അതിന് എക്സാമ്പിൾ ആണ് രേണു സുധിയൊക്കെ അനുഭവിക്കുന്ന, മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുധിയുടെ വൈഫ് അനുഭവിക്കുന്ന ആ പ്രശ്നമൊക്കെ. അവരൊക്കെ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ഈ പറയുന്ന വിധവാ വേഷം കെട്ടി വീടിനകത്ത് ഇരിക്കുന്നില്ല. അപ്പം അത്തരം ഒരുപാട് സ്ത്രീകൾ വീടിനകത്ത് ഇരിക്കാൻ പ്രേരിതരാകുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കൊക്കെയും ഒരു പ്രചോദനമാണ് മഞ്ജു വാര്യർ. അവരുടെ ആ ഒരു അച്ചീവ്മെന്റ് ആണെങ്കിലും അവരുടെ കോൺഫിഡൻസ് ആണെങ്കിലും അവരുണ്ടാക്കിയെടുത്ത നേട്ടമാണെങ്കിലും ഇന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ള കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും അവരുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള യോഗ്യതയില്ല. കാരണം അവർ അത്രത്തോളം നേടിയെടുത്തിട്ടുണ്ട്. സോ എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ സിനിമയുടെ വലിയ ക്യാൻവാസിൽ വരുന്ന, ഇത്രത്തോളം ലോകം ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയുടെ ഭാഗമായിട്ട് മഞ്ജു വാര്യർ വരുമ്പോ അത് സ്ത്രീകൾക്ക് കൂടി അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. തകർന്നടിഞ്ഞു വീണ ഒരു പെണ്ണ് നേടിയെടുത്ത നേട്ടമാണ്.
അത്രയ്ക്കധികം കോൺഫിഡന്റ് ആയിട്ട് ഒരു സ്ത്രീക്ക് ചിരിക്കാൻ പറ്റും, അതിന് സാധ്യമാകുമെന്ന് മറ്റു സ്ത്രീകളെ കൂടി ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്.